ഹലോ, മുടിഞ്ഞ വിശപ്പാണോ? ഇവിടെ എന്താ വേണ്ടത്? അല്ല, കഴിക്കാൻ എന്തൊക്കെയുണ്ട്? ചപ്പാത്തി, പൊറോട്ട, നൈസ്പത്തിരി, പെട്ട്, നെയ്പത്തല്, നെയ്ത്തിരി, പിന്നെ കുയ്യപ്പൂ. അത് ഈ 4 പൊറോട്ട ഉണ്ടാ. പിന്നെ കറി ഐറ്റം എന്തൊക്കെയാണ് ഉള്ളത്? സ്വർഗ കോഴി, കോഴി നിറച്ചത്, കോഴി ഓടിച്ചിട്ട് പിടിച്ചത്, കോയമോന്റെ കോഴി, പിന്നെ ഹലാക്കിന്റെ കോഴി. ഒരു കോയിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈറ്റിങ്ങളൊക്കെ അതിന്റെ പരിപ്പെടുക്കല്ലോ. അല്ല മോനെ, ഇവിടെ കോഴി ഐറ്റം അല്ലാതെ എന്ത് ബീഫോ? ഇന്നത്തെ പ്രധാന ചർച്ച. പട്ടാപ്പകൽ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തെ ഹോട്ടലിൽ കയറി ഒരാൾ അയാൾക്ക് കഴിക്കാൻ ബീഫ് ആവശ്യപ്പെട്ടു എന്നതാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് തിരുവനന്തപുരത്തു നിന്നും സുരേഷ് ചന്ദ്രൻ, മലപ്പുറത്തു നിന്നും സിനു, മൊയ്തീൻ കോയ, പിന്നെ വഴിയെ പോകുന്ന ആരെങ്കിലും കിട്ടിയാൽ അവരെ. ശ്രീ സുരേഷ് ചന്ദ്രൻ, താങ്കളും താങ്കളുടെ പാർട്ടിയും ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? ഇത് തികച്ചും അപകടകരമാണ്. സ്വന്തം മാതാവിനെ ഭക്ഷിക്കുന്നത് തുല്യമാണിത്. അയാളെ തൂക്കിലേറ്റണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നീ ഒലത്തും. നീ എന്ത് വിചാരിച്ചടാ? പാവം വിശന്നപ്പോ ഇത്തിരി ഇറച്ചി കൂട്ടിയതിന് നീ അവനെ തൂക്കിക്കൊല്ലു. എന്നാലതൊന്ന് കാണണമല്ലോ. വളരെ നന്ദി ശ്രീ സുരേഷ് ചന്ദ്രൻ, മൊയ്തീൻ കോയ. ഹോട്ടലിൽ നിന്നും ബീഫ് കഴിച്ച കോഴിക്കോട് സ്വദേശി ശ്രീ ഗഫൂർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഗഫൂർ, താങ്കൾ കേട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭരണകക്ഷി പറയുന്നത് ബീഫ് കഴിച്ച താങ്കളെ തൂക്കിലേറ്റണമെന്നാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ ഒന്നുമോനെ, നമ്മള് ബീഫ് കഴിച്ചിട്ടില്ല. പൊറോട്ടക്ക് എന്താ കറി വേണ്ടെന്ന് ചോദിച്ചപ്പോ നമ്മള് അതെ, താങ്കൾ ബീഫ് വേണമെന്ന് പറഞ്ഞു. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചർച്ച. നമുക്ക് ഈ പറയണത് കേക്ക്. ബീഫല്ല, ബീറ്റ്റൂട്ടിന്റെ കറിയാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ പറയുമ്പോഴേക്കും തൂക്ക കയറി പിടിക്കാൻ പോയിട്ടല്ലേ. Soft and delicious Orchid cupcakes. ആരും അലിഞ്ഞു പോകും.